ഈ വർഷത്തെ ആദ്യത്തെ മീൻപിടുത്തം താവയ്ക്കൽ വാട്ടർഫോൾ. ഫ്രണ്ട്സ്, ഞാനിന്ന് താവയ്ക്കാട്ടിലെത്തിയിട്ടുണ്ട്. കുറച്ച് ആരല് കിട്ടുമോ നോക്കാം. കുറേ നാളായി ആരല് പിടിക്കാൻ അങ്ങോട്ട് വന്നിട്ട്. വെള്ളം കുറവ് തന്നെ, നല്ലൊരു വെള്ളച്ചാട്ടം. അപ്പോൾ എന്തായാലും നോക്കാം നമുക്ക് എല്ലാം കിട്ടുമെന്നുള്ളത്. രാവിലെ വന്നതുകൊണ്ട് അങ്ങനെ ആൾക്കാരൊന്നുമില്ല. മീനെ കിട്ടാൻ സാധ്യതയുണ്ട്, നോക്കാം. നമുക്ക് ആദ്യത്തെ മീൻ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം കൊള്ളാമെന്നുള്ളൊരു മീൻ തന്നെ. ഒരു 2 വിരൽ കനം വരും. കൊള്ളാം. അപ്പോൾ നമുക്ക് അടുത്തത് കിട്ടുമെന്ന് നോക്കാം. നമുക്കിത് അടുത്തൊരു മീനിനെ കൂടെ കിട്ടിയിട്ടുണ്ട്. അല്ലാതെ ആ ഒരു കിണറ്റിൽ നിന്നാണ് കിട്ടുന്നത്. ഞാൻ കിണറൊക്കെ കാണിച്ചു തരാം. ഇപ്പോൾ ഏകദേശം ഒരു 6-7 മീനോളം കിട്ടി. 6-7 2 4 അഞ്ചാപ്പ് തീരെ ചെറുതാണ്. ഇവനൊക്കെ ചൂണ്ട വിഴുങ്ങുന്നത്, അതുകൊണ്ട് നമുക്ക് കൊല്ലാതെ എടുക്കാൻ പറ്റില്ല. ഇതാണ് ഏറ്റവും ആദ്യം കിട്ടിയത്. അത് നല്ല വരുതിയാണ്. പിന്നെ അതിന് ശേഷമൊക്കെ കിട്ടിയായിരുന്നു. ഇതൊരെണ്ണം കിട്ടി. ഇതൊരു മീഡിയം സൈസ് ഒരെണ്ണം കിട്ടി. എന്നാലും ഞങ്ങൾക്ക് കിണറൊന്ന് കാണിച്ചു തരാം. വാഴയിലവിടെ ചൂണ്ടയിട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും നോക്കാം. വാഴയിൽ നിന്നൊക്കെ ഒരുപാട് മീൻ കിട്ടുന്നതാണ് സാധാരണ. അതുപോലെ തന്നെ ഞാൻ പറയാം, കിണറത് ഇതിൻ്റെ പുറകിലാണ്. ഇതിൻ്റെ പുറകിലെ കിണർ വരുന്നത്. ഇവിടെ 3 കിണറുണ്ട്. ഒന്ന് ഈ കിണർ, പിന്നെ ഇതൊന്ന്, പിന്നെ ഇവിടെ ആയിട്ടൊരു കിണർ കൂടെ ഉണ്ട്. വെള്ളം ഒരുപാട് കുറയുമ്പോഴേ ഇവിടുത്തെ കിണർ കാണാൻ പറ്റുള്ളൂ. ഇവിടുത്തെ കിണർ ഇതിൻ്റെ മുകളിൽ കയറി കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ ഭാഗം. ഇതിവിടെ ഒരുപാട് ദൂരം ഒരു മണൽത്തിട്ട പോലെയാണ്. നീന്താൻ അറിയാവുന്നവർക്ക് നീന്താം. പിന്നെ ഇതാണ് വെള്ളച്ചാട്ടത്തിൻ്റെ ടോപ്പ് വ്യൂ. ഇതാണ് നമ്മുടെ കിണർ. ഈ കിണറ്റിൽ നിന്നാണ് മീൻ അത്രയും പിടിക്കുന്നത്. ഒരുപാട് ആഴമൊന്നുമില്ല. വെള്ളം കുറവുള്ള സമയത്ത് താഴത്തെ വിടവിൽ കൂടെ നമുക്ക് അകത്തിറങ്ങിയിട്ട് പുറത്തിറങ്ങാനൊക്കെ പറ്റും. വെള്ളം കൂടുതലുള്ളപ്പോൾ ഇറങ്ങാൻ പാടില്ല. ആരലിന് ചൂണ്ടയിടുന്നത് നല്ലൊരു ഈയം, അതായത് ഒഴുകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ഈയ ഇടുക. പിന്നെ ഏറ്റവും ചെറിയ ചൂണ്ടയിലാണ് മണ്ണിൽ കൊടുക്കുന്നത്. എന്നിട്ട് ഒഴുക്കുള്ള സൈഡിനകത്തോട്ട് ഇടുക. അപ്പോൾ ഇവിടെയാണ് ഒഴുക്കുള്ളത്. അപ്പോൾ ഇതിനകത്തോട്ടാണ് ഇത് പല്ല് ചെറുതായിട്ട് ടൈറ്റ് പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ചെറുതായിട്ട് ടൈറ്റ് പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിതിനെ അതിനകത്തോട്ടാക്കാം. അത്യാവശ്യം മീഡിയം സൈസ് തന്നെ, കുഴപ്പമില്ല. കിടക്കുന്നു. അടുത്തൊരു മീൻ കിട്ടിയിട്ടുണ്ട്. വളരെ ചെറുതാണ്, പക്ഷെ ഇവന്മാർ എടുത്ത ഉടനെ വിഴുങ്ങും. അതാണ് പ്രശ്നം. റാഗീറി അല്ലാതെ എടുക്കാൻ പറ്റില്ല. ചൂണ്ട എന്തായാലും അടുത്ത മീനിനെ കിട്ടി. ഇനി അടുത്ത മീനിനെ കിട്ടുമെന്ന് നോക്കാം. എല്ലാം കിണറ്റിൽ നിന്ന് തന്നെ കിട്ടുന്നത്. അടുത്തത് ഇട്ട് വെച്ചിട്ടുണ്ട്. നോക്കാം കിട്ടുന്നു. നമ്മൾ വന്നിട്ട് ഏകദേശം 1.5 മണിക്കൂർ അടുപ്പിച്ചായി. ഇനി വെയിൽ കൂടും. അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ പോവാം. മീനുകളെ കാണിച്ചിട്ട് അടുത്ത മീൻ പിടിച്ച് പോകുന്നു. എല്ലാം ചെറുതായിട്ട് തട്ടി മീൻ പിടിച്ച് അടുത്ത് ചെറുതിയല്ല. എന്തായാലും നോക്കട്ടെ. ഇവനെന്തായാലും ചൂണ്ട അങ്ങ് വിഴുങ്ങി അങ്ങ് അകത്ത് പോയി. എന്തായാലും കൊല്ലാതെ എടുക്കാൻ പറ്റൂല. ഇനി ഒരു മണ്ണിൻ്റെ കൂടെ ഉണ്ട്. അതുകൂടെ തീരുമ്പോൾ നമുക്ക് പോവാം. അതിലെത്ര പിടിച്ചേക്കാം. പിടിച്ചിട്ട് പോയി അതുകൊണ്ട് എടുത്തിടാം. അപ്പോൾ അത് ലാസ്റ്റ് ഗ്രൂപ്പിൽ മീൻ കിട്ടിയിട്ടുണ്ട്. അതും മീഡിയം സൈസാണ്, ചെറുത്. ഒരുപാട് ചെറുതല്ല, എന്നാൽ നേരത്തെ കിട്ടിയതിനെക്കാട്ടും വലുതല്ല. എന്തായാലും നമുക്കിനി ഇതിനെ കൊണ്ട് എടുത്തിട്ട് പോവാം.
ഓക്കെ, മഴയും വരുന്നുണ്ടെന്ന് തോന്നുന്നു. ചൂണ്ടെടുക്കുന്നത് ഒരു ചോരക്കളിയാണ്. വായെല്ലാം കീറിയാണ് എടുക്കുന്നത്. എന്തായാലും നമ്മുടെ ഇരയൊക്കെ തീർന്നിട്ടുണ്ട്. കിട്ടിയ മീനിനെ കാണിച്ചത് ഏകദേശം ഒരു 6-7 മീനിനെ കിട്ടിയ കേട്ടോ. വലുത് ഒരെണ്ണേ ഉള്ളൂ, ബാക്കിയൊക്കെ മീഡിയം സൈസും ചെറുതുമാണ്. കിട്ടിയ മീനെല്ലാം എന്ത് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ താഴ്ചതിൻ്റെ മീനിനെ കാണിച്ചു തരാം. നമ്മുടെ മീനുകളെല്ലാം വെള്ളത്തിൽ കിടപ്പുണ്ട്. ഒരെണ്ണം ഇതിൻ്റെ ഇടയിൽ ചൊതുങ്ങിയിരിക്കുകയാണ്. അതിനല്പം ജീവനുണ്ട്, രക്ഷപ്പെടില്ല സാധനം. പക്ഷേ ഇത് ഇവിടെ വന്ന് കയറി കിടക്കുന്നു. ഒക്കെ എല്ലാം കാണിച്ചു തരാം. അപ്പം നമുക്കത് ഇത്രയും മീൻ കിട്ടിയിട്ടുണ്ട്. ഏകദേശം 1, 2, 3, 4, 5, 6, 7, 8, 9 മീനിനെ കിട്ടിയിട്ടുണ്ട്. അതിൽ ഏറ്റവും വലുത് ഏതായിരുന്നു? ഇതിനാണ് ആദ്യം കിട്ടിയത്. ഇതിനെയൊക്കെ നിവർത്തി കേട് കൊണ്ടാണ് പിടിക്കുന്നത്. കാരണം വിഴുങ്ങി അതിൻ്റെ വായൊക്കെ കീറിയാണ് എടുക്കുന്നത്. എന്തായാലും കൊള്ളാം. അപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ മീൻപിടുത്തം താവയ്ക്കൽ വാട്ടർഫോൾ. ഒരുപാട് ആൾക്കാർ കുളിക്കാനൊക്കെ വരുന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. ബൈ.